ക്രിസ്മസ് എക്സാമിന് എന്തായാലും നമ്മളോട് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. എ ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വിവൽ ചെയർ ആസ് ഷോൺ ബിലോ. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹർ ആർംസ്? നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആ സിനാരി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നോക്കോ, ഒരാൾ ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് തന്നെ കാണാം, അയാൾ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അയാളെ സ്പീഡ് കുറയുന്നതും കൈ അടുപ്പിച്ച് വെക്കുമ്പോൾ അയാളെ സ്പീഡ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം അല്ലേ. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ റീസണിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നോക്കോ, ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നോക്കോ, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദെൻ ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. നമുക്കറിയാം ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt എന്ന് അറിയാം. ഓക്കെ, സോ ഇഫ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0, ടോർക്ക് 0 ആണെങ്കിൽ അങ്ങനെയാണ് dl/dt 0 ആയിരിക്കൂടാ. ഓക്കെ, L എന്ന് പറഞ്ഞാൽ i എന്നറിയാം. നോക്കിക്കോ, dl/dt 0 ആണെങ്കിൽ L ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. L ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ എല്ലിന്റെ ഇക്വേഷൻ i ആണ്. സോ i ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ i ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ എന്ന് പറയാം. അതായത് i കൂടിയാൽ ഒമേഗ കുറയും. ഓക്കെ, ഇനി ഇതാ ഇയാൾ കറങ്ങുമ്പോൾ അയാൾ ആംസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അയാളുടെ i കൂടുകയാണ് അല്ലേ. മീൻസ് മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ കൂടുക, ഈ ഡിസ്റ്റൻസ് ഒക്കെ കൂടുകയാണ് അല്ലേ. ഓക്കെ, അത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഒമേഗ കുറയും. സോ കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയും, കൈ അടുപ്പിച്ച് വെക്കുമ്പോൾ ആംഗുലർ വെലോസിറ്റി കൂടും. സോ ഇനി ഈ ക്വസ്റ്റിന് ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ പറയാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റിൽ അറിയിക്കാം. ഓക്കെ.